ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 106 ഗുരുദേവൻ്റെ ഉറക്കവും പ്രഭാതവും. ഭാഗം 106 ഗുരുദേവൻ്റെ ഉറക്കവും പ്രഭാതവും ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരിയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന പർണശാല ഓല കെട്ടി മേഞ്ഞതും ഒരു മുറി മാത്രമുള്ളതുമായിരുന്നു. അവിടെയാണ് ഗുരുദേവൻ രാത്രികാലത്ത് ഉറങ്ങിയിരുന്നത്. ഗുരുദേവൻ കിടന്നു കഴിഞ്ഞാൽ ഗുരുദാസോ പിൽക്കാലത്ത് മാധവാനന്ദ സ്വാമിയായി തീർന്ന മാന്നാനത്ത് മാധവനോ ആയിരുന്നു വീശിക്കൊടുത്തിരുന്നത്. കുറേ നേരം വീശിക്കഴിയുമ്പോൾ തൃപ്പാദങ്ങൾ മതി എന്ന് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ റാന്തലിൻ്റെ തിരി കെടുത്തിയ ശേഷം വീശിക്കൊണ്ടിരുന്നയാൾ പുറത്തിറങ്ങിയിട്ട് പർണശാലയുടെ കതകടയ്ക്കുകയായിരുന്നു പതിവ്. നിത്യവും വെളുപ്പിന് 3:30 മണിയോടെ ഗുരുദേവൻ ഉണരുമായിരുന്നു. എഴുന്നേറ്റാൽ ആദ്യം റാന്തലിൻ്റെ തിരി കൊളുത്തി താഴ്ത്തി വയ്ക്കും. മുറിക്ക് പുറത്ത് കിടക്കുന്നവരെ വിളിച്ചുണർത്തുകയില്ല. എങ്കിലും ഗുരുദേവൻ കതക് തുറക്കുന്ന ശബ്ദം കേട്ടാണ് മാധവനും ഗുരുദാസും എന്നും ഉണർന്നെഴുന്നേറ്റിരുന്നത്. വെളിക്ക് പോകുവാൻ ഉപയോഗിച്ചിരുന്ന ചെരുപ്പിട്ട് ഒരു നീണ്ട വടിയും എടുത്ത് ഗുരുദേവൻ പുറത്തേക്കിറങ്ങി വരും. അപ്പോൾ ഒരാൾ കത്തിച്ചു വെച്ചിരുന്ന റാന്തൽ വിളക്കും മറ്റൊരാൾ വെള്ളം നിറച്ച കമണ്ടലുവും എടുത്ത് ഗുരുദേവന് പിന്നാലെ നടക്കും. ഗുരുദേവൻ വലിയ തുരപ്പിൻ്റെ മണ്ണു കുന്നുപോലെ കിടന്നിരുന്നതിൻ്റെ ഒരു വശത്തുകൂടി നടന്ന് തോട്ടത്തിൻ്റെ കരയിലെത്തി കുറേ ദൂരം പോകുമായിരുന്നു. മാധവനും ഗുരുദാസും അല്പം പിന്നിലായിട്ടാണ് അപ്പോൾ പിന്തുടർന്നിരുന്നത്. കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു അത്. ഉദ്ദേശിച്ച ഒരു ദിക്കിലെത്തുമ്പോൾ പതുക്കെ വടി കുത്തി ഗുരുദേവൻ നിൽക്കും. അപ്പോൾ കൂടെ കൊണ്ടുവന്നിരുന്ന വെള്ളം നിറച്ച കമണ്ടലു അവിടെ വെച്ചിട്ട് ഗുരുദാസും മാധവനും മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോയി നിൽക്കും. അതായിരുന്നു രീതി. ശൗചാദികൾ കഴിഞ്ഞു വന്നാൽ അടുത്തത് സ്നാനമായിരുന്നു. ധന്വന്തര എണ്ണയാണ് ശിരസിൽ തേക്കുവാൻ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ ശിവഗിരി തുരപ്പിലെ കുഴൽവെള്ളത്തിലായിരുന്നു കുളി. മറ്റു ചിലപ്പോൾ രായരുടെ ഓവിൽ പോയി കുളിക്കും. ചില ദിവസങ്ങളിൽ കുളിക്കുന്നതിന് വെള്ളം ചെറുതായി ചൂടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിച്ചിരുന്നില്ല. ആര്യവേപ്പില ഉണക്കിപ്പൊടിച്ച് അതിൽ ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് ദേഹത്ത് തേക്കുകയായിരുന്നു പതിവ്. ചില നേരങ്ങളിൽ കുറുന്തോട്ടയുടെ വേര് ചതച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് തേക്കാറുമുണ്ടായിരുന്നു. ദിവസവും അലക്കിയെടുത്ത വെളുത്ത വസ്ത്രമാണ് ഗുരുദേവൻ ധരിച്ചിരുന്നത്. കുളി കഴിഞ്ഞ് വന്ന് വസ്ത്രം മാറിക്കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ധ്യാനത്തിൽ മുഴുകിയിരിക്കും. സൂര്യോദയമാകുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞിരിക്കും. അടുത്തത് പ്രാതലിൻ്റെ സമയമാണ്. അതിനകം തന്നെ ഗുരുദാസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉപ്പുമാവും ഏത്തയ്ക്ക പുഴുങ്ങിയതും റെഡിയാക്കിയിരിക്കും. ചിലപ്പോൾ ഉപ്പുമാവിൻ്റെ സ്ഥാനത്ത് ദോശയായിരിക്കും. അവ പ്രത്യേകം ഇലയിലാക്കി കൊണ്ടുവെക്കും. കുടിക്കാൻ ജീരകവെള്ളത്തിൽ പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കും. വളരെ മിതമായ അളവിലെ ഗുരുദേവൻ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. രാവിലെ തന്നെ ഭക്തജനങ്ങൾ ഗുരുദർശനത്തിനായി വന്ന് കൂടിയിരിക്കും. പർണശാലയ്ക്ക് പുറത്തിട്ടിരിക്കുന്ന കസേരയിലിരുന്ന് എല്ലാവരെയും കാണും. അവരുടെ ആവലാദികളും സങ്കടങ്ങളും കേട്ടിട്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും രോഗശാമനത്തിനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ മരുന്നും അവ സേവിക്കേണ്ട വിധവും ഉപദേശിക്കും. അവർ കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ എല്ലാവർക്കുമായി പങ്കിട്ടു കൊടുക്കും. ഗുരുദേവനെ സന്ദർശിക്കുന്നവർക്കെല്ലാം വലിയ ശാന്തിയും സമാധാനവും അനുഭവപ്പെടുമായിരുന്നു. മാത്രമല്ല പ്രത്യാശയും ഉത്സാഹവും കൊണ്ട് അവരിതിലെല്ലാം ഒരു പരിവർത്തനം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ ലോകത്തിന്? ഗുരുഭക്തിയില്ലാത്തവർക്കും കുശലമോ?
ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 106 ഗുരുദേവൻ്റെ ഉറക്കവും പ്രഭാതവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.